ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മോള് കാപ്പിടി കഴിഞ്ഞതിന് ശേഷം ജിമ്മിലേക്ക് പോയി. കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് കിടന്ന് നല്ല ഉറക്കമാണ്. ഇളയ കുഞ്ഞ് പീലിമോള് എൻ്റെ കൂടെ ദേ അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം പുറത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പോഴേക്കും ചോറിന് ഇട്ടിട്ടുണ്ടായിരുന്നു വിറകടുപ്പിൽ. അത് വെന്തോ നോക്കാൻ വന്നപ്പോഴേക്കും തീയൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ ഒന്നും കൂടി കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പീലിമോളപ്പം എൻ്റെ പുറകെ തന്നെ നടക്കുവാണ് കേട്ടോ. ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ പുറകെ പുറത്തോട്ട് ഇറങ്ങും. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ തീ ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തേക്കുള്ള ചോറ് വേഗം വെന്തിട്ടായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് വെന്തിട്ടില്ല കേട്ടോ. തീയൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണം. ഉപ്പ് നനഞ്ഞ ഞാൻ പുറത്തേക്ക് പോയാലും അവളെ പുറത്ത് വന്ന് വെള്ളത്തിൽ കളിച്ച് ഉടുപ്പൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടുപ്പ് നനഞ്ഞെന്നാ പറയണേ. അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. പറഞ്ഞേ ഫിലിമോളുടെ ഉടുപ്പ് നനഞ്ഞില്ല. ചെമ്മീങ്കിലാമോന്നതാ. അപ്പോൾ എന്താ ഈ അടുത്തവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെമ്മീൻ കിള്ളി എടുക്കണം, കറി ഉണ്ടാക്കണം. കറി എന്തുണ്ടാക്കണം, എങ്ങനെ വെക്കണമെന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇന്നലെ ഫ്രൈ ചെയ്തു, പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം എന്നാലോചിക്കുകയാണ് കേട്ടോ. കിള്ളി എടുക്കട്ടെ എന്താണെങ്കിലും. അപ്പോൾ ഇത് ആദ്യം തന്നെ സ്റ്റൗവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ദിവസമായി ഇപ്പോൾ ചെമ്മീൻ തന്നെയാണ് കേട്ടോ അടുപ്പിച്ച് വാങ്ങുന്നത്. ചെമ്മീൻ ഫ്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെയും ചെമ്മീൻ ഫ്രൈ ആയിരുന്നു, പിന്നെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെമ്മീൻ എങ്ങനെ വെക്കണം, തേങ്ങ ഉണ്ട് കേട്ടോ ഒരു മുറി. അപ്പോൾ എങ്ങനെ വെക്കണം എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ കിള്ളി എടുക്കുകയാണെങ്കിൽ ഒരുതരം ചുമന്ന ചെമ്മീനാണ് കേട്ടോ. കരിക്കാടി ചെമ്മീനല്ല, വേറൊരു ചെമ്മീനാണ് കേട്ടോ. അത് അഖിലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ ചെമ്മീൻ കിള്ളി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ പീലിമോള് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് പോയില്ല കേട്ടോ. അടുക്കളയിൽ തന്നെ നിന്നാണ് കേട്ടോ ചെമ്മീൻ കിള്ളുന്നത്. കാരണം എന്താ വെച്ചാൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പീലിമോളും കൂടെ വരും. പിന്നെ കുഞ്ഞ് എഴുന്നേക്കുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ അത് ചെമ്മീൻ കിള്ളിക്കഴിഞ്ഞു. ഇനി ഒന്ന് പുറത്തുകൊണ്ടേ കഴുകി കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോഴും അവൾ പുറകെ വരും. അപ്പോൾ അത് ചെമ്മീൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്ത് കുറച്ചല്ല, ഇത്തിരി ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് 3ഉം കൂടി പുരട്ടി വെക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെമ്മീൻ കഴുകാനായിട്ട് പുറത്ത് പോയപ്പോൾ ഒരു ചെറിയ കടച്ചേമ്പ് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ച് നോക്കിയപ്പോഴേക്കും അതിനകത്തുനിന്ന് 2 ചെറിയ ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനോർത്തു ചേമ്പും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ചെമ്മീൻ വറക്കാനായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ 2 ചേമ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം കൂടി ഉണ്ട്. പിന്നെ ഒരു സവാളയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പും സവാളയും കൂടി ചെമ്മീനിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. പുറത്തോട്ട് പോകുന്ന നേരത്തെ ഞാൻ വാതിൽ അടച്ചിട്ടാണ് പോകണത്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും മോള് വന്നിട്ടുണ്ട് കേട്ടോ.
മോള് വന്നിട്ടുണ്ടെങ്കിലും പീലിമോൾ എൻ്റെ കൂടെ പോകും പുറത്തോട്ട് പോയാൽ. അപ്പോൾ ആ ചെമ്മീൻ മസാല വെട്ടി വെച്ചാൽ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചിട്ടോ, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇനിയുള്ളതെല്ലാം അപ്പം കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ കൂടും പാത്രം. ഞാനതൊക്കെ അതും കൂടി കഴുകി വെച്ചതിന് ശേഷം ചേമ്പും ഒരു സവാളയും അരിഞ്ഞെടുത്തിട്ടോ. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും കൂടി വാർത്തിട്ടു. അപ്പോൾ കുറച്ച് വെള്ളവും പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് ചേമ്പും സവാളയും കൂടി വേവിക്കാൻ വെക്കണം കേട്ടോ. കൂടെ തന്നെ ചെമ്മീനും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതടച്ച് വേവിക്കാൻ വെച്ചതിന് ശേഷം കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു, അവളെ എടുത്തിട്ടോ. അപ്പോൾ പീലിമോൾക്ക് ചെമ്മീൻ ഫ്രൈ ആയല്ലോ, അപ്പോൾ അതുകൂട്ടി പീലിമോൾക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞ് മോള് പീലിമോൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചേമ്പ് വെന്തോന്ന് നോക്കാം. അപ്പോൾ ചേമ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പും കൂടി റെഡിയാക്കിയിട്ട് ചേമ്പിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ചെമ്മീനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്താണ് കേട്ടോ അരക്കുന്നത്. എരിവ് കുറച്ചാണ്, മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞക്കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടി കൂടുതലിട്ടു. എന്ന് വെച്ചാൽ മുളക് പൊടി കുറച്ചിട്ടു കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി പിരിയമുളക് പൊടി ആയതുകൊണ്ട് നല്ല കളറായിരിക്കും. അപ്പോൾ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളക്കട്ടിട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഒന്ന് താളിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കറിവേപ്പില എടുക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് ചുവന്നുള്ളി കുറച്ചുള്ളൂ കേട്ടോ. ഒരു 3-4 കുഞ്ഞുള്ളി ഉണ്ടായിരുന്നുള്ളൂ. അത് അരിഞ്ഞെടുത്തിട്ട് വേപ്പിലയും കൂടി താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെമ്മീനും ചേമ്പും കൂടി തേങ്ങ അരച്ച് കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മോന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ മോന് ആദ്യം തന്നെ ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും കൂടി ചോറ് വിളമ്പി കൊടുത്തു. പീലിമോൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മോളും കഴിച്ചു കേട്ടോ. ഈ കറിയാവാൻ അവൾ നിന്നില്ല. അവൾക്കത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഞാനിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. ചേമ്പും ചെമ്മീനും കൂടി ഇതുവരെ വെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ മോനുള്ള ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. ചോറ് വിളമ്പിയതിന് ശേഷം എനിക്ക് തമ്പനയിൽ ഇടാനായിട്ടൊരു സെൽഫി ഫോട്ടോയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ചോറ് വിളമ്പി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. മോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നല്ലതാണെന്നാണ്. ഞാനിതുവരെ ചേമ്പും ചെമ്മീനും കൂടി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ വിളമ്പി എടുത്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറ് വിളമ്പി എടുത്തു കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ചോറിനും കറിക്കും നല്ല ചൂടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നാളത്തെ വിശേഷവുമായി അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ ബൈ.